ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നു. 102 സീറ്റുകളോടും കൂടി UDF ആണ് വിജയിച്ചിരിക്കുന്നത്. LDF എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങി. ഇതിൽ CPIM വെറും 26 സീറ്റ് മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2021 62 സീറ്റാണ് ഈ CPIM ഒറ്റയ്ക്ക് നേടിയത്. എന്നിട്ട് ഇപ്പോൾ 50% താഴെയാണ് അവർ വിജയിച്ചിരിക്കുന്നത്. എന്താണ് LDFനും CPIMനും പറ്റിയത്? നമുക്കൊന്ന് നോക്കാം. ഇന്ന് വന്ന ഇലക്ഷൻ റിസൾട്ടിൽ മന്ത്രിമാരിൽ പലരും തോറ്റിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ VN വാസവൻ, ബിന്ദു, വീണ ജോർജ്, MV രാജേഷ്, ശിവൻകുട്ടി, ഇവരൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതിനും കൂടുതലുണ്ട്. 14-15 മന്ത്രിമാരാണ് തോറ്റിരിക്കുന്നത്. ഒരു ഇലക്ഷൻ ആകുമ്പോൾ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. സിറ്റിംഗ് മന്ത്രിമാരും സിറ്റിംഗ് MLA മാരും തോൽക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം LDFനും CPIMനും നേരിടേണ്ടി വന്നത്? കേരളത്തിൽ അവർ 10 കൊല്ലം അടുപ്പിച്ച് 10 കൊല്ലം ചരിത്രം സൃഷ്ടിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. 2021 ഇലക്ഷനിൽ കേരളത്തിൻ്റെ ചരിത്രം മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF രണ്ടാം സർക്കാർ നിലവിൽ വന്നത്. എന്നിട്ട് അവർക്ക് എവിടെയാണ് പിഴച്ചത്? എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ CPIM കമ്മ്യൂണിസത്തിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ കമ്മ്യൂണിസം എവിടെ നിന്ന് ഉത്ഭവിച്ചുവെന്നും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വരെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇത്രയും വലിയൊരു പരാജയത്തിൻ്റെ കാരണം അതെന്താണെന്ന് നമ്മളൊന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ടൊന്ന് നോക്കേണ്ടി വരും. ഇത്തരത്തിലൊരു തോൽവി ഉണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ: ജനങ്ങൾ മാറി ചിന്തിച്ചു. 80% വോട്ടിംഗ് പെർസെൻറ്റേജാണ് ഇത്തവണ ഇലക്ഷനിൽ കേരളത്തിലുണ്ടായത്. ഇത്രയധികം വോട്ട് വന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. ജനങ്ങൾ ഭരണവിരുദ്ധമായി ചിന്തിച്ചു തുടങ്ങി. കഴിഞ്ഞ LDF സർക്കാരിനെ അത്രയധികം ജനങ്ങൾ വെറുത്തിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജനങ്ങൾക്ക് വേണ്ടി രണ്ടാം LDF സർക്കാർ പലതരത്തിലുള്ള സ്കീമുകൾ, അതായത് സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വികസന മാതൃകകളും വികസനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിനെ കാണാതെ ഇരുന്നത്? ഇവിടെ കാണേണ്ടത് ഭരണവിരുദ്ധത എന്ന് പറയുന്നത് ഒരു വികസന മുരടിപ്പോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തിക്കുറവോ അങ്ങനെ ഒന്നുമായിട്ടൊന്നല്ല. ഇവിടെ കാണേണ്ടത് കൂടുതലായിട്ട് പിണറായി വിജയൻ എന്നുള്ള ഒരു നേതാവിനോടുള്ള ജനങ്ങൾക്കുള്ള ഒരു അമർഷമായിട്ടാണ് കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകളാണ് ഈ ഒരു തോൽവിക്ക് പ്രധാനമായി കാരണമായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഒറ്റക്കെടുക്കുക, സാധാരണ ജനങ്ങളോട് പെരുമാറുമ്പോൾ തന്നെ വളരെ കാർക്കശമായി പെരുമാറുക, ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്, ജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചത് ഇത്തരത്തിലൊരു രീതിയിലാണ്. നമ്മൾ പറയുമല്ലോ, വൺ മാൻ ഷോ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന്. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വൺ മാൻ ഷോ കളിച്ചു, പക്ഷേ ജനങ്ങൾക്ക് അത് ഒട്ടും താല്പര്യപ്പെട്ടില്ല. ജനങ്ങളെ ഇതിനെതിരെയായി. അപ്പോൾ വന്ന ഒരു റിസൾട്ടായിട്ടാണ് നമുക്കിത് കാണേണ്ടത്. അതുപോലെ തന്നെ ഇന്റേണൽ പൊളിറ്റിക്സും ഭയങ്കരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പലരും വിമത വിഭാഗത്തിലേക്ക് പോയി UDFൻ്റെ സപ്പോർട്ടോടുകൂടി നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് വ്യക്തമായി കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ സ്ഥലത്ത് തന്നെ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ക്യാമ്പുകളിൽ തന്നെ മാറി ചിന്തിക്കുന്നു, പാർട്ടി വോട്ടുകൾ മാറിപ്പോകുന്നു. ഇതെല്ലാമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ്. എപ്പോഴൊക്കെ LDFന് ശബരിമല കേസിൽ കൈക്കൊള്ളിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ ജനങ്ങളുടെ എതിരഭിപ്രായത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഒരു പ്രധാനമായി വരുന്നൊരു കാരണം. സ്വർണ്ണക്കൊള്ള കേസിൽ പലതരത്തിലുള്ള LDF നേതാക്കളും അറസ്റ്റിലാവുകയും പിന്നീട് അവർക്ക് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപരി വിശ്വാസികൾക്ക് നല്ല രീതിയിൽ ഇതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പൊതുജനത്തിൻ്റെ അഭിപ്രായങ്ങൾ, അതായത് പൊതുജനത്തിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴുമായിട്ട് ഗവൺമെൻറ്റിന് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ വിലവർധന, തൊഴിലില്ലായ്മ, യുവാക്കളുടെ പലായനം, ഇതെല്ലാം സത്യം പറഞ്ഞാൽ എപ്പോഴും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതിപ്പോൾ LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഇനിയിപ്പോൾ നാളെ BJP ഭരിച്ചാൽ പോലും ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഒരു സർക്കാർ കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷമൊക്കെ ഭരിച്ചിട്ടും ഈ ഒരു പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായും ഇത്തരം രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക. ഇനി മറ്റൊരു റീസൺ കൂടെ പറയാം. UDF നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അവർ അതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു വിജയം അവർക്ക് കിട്ടണമെങ്കിൽ അവർ അത്ര നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. VD സതീശൻ അത് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 102 സീറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഖ്യയല്ല കേരളത്തിൽ. കാരണം ആകെ 140 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3-2 ഭൂരിപക്ഷമാണ് UDFന് കിട്ടിയത്. അതിൽ എനിക്ക് തോന്നുന്നത് 62-63 സീറ്റ് മറ്റോ ആയിട്ട് കോൺഗ്രസിന് മാത്രമായിട്ട് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്ലാൻ കൊണ്ട് നടക്കുന്നതല്ല. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹോംവർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതിലവർ 100% വിജയിക്കുകയും ചെയ്തു. ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ്റെ ഉത്തരം മുട്ടിക്കുന്ന ഒരു രാഷ്ട്രീയം, അത് നമുക്ക് പറയാനുള്ളത് LDF സർക്കാരിനോടായിരുന്നു. കാരണം ജനങ്ങളുടെ പ്രതിഷേധം, അത് ഏത് പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഏത് വിഭാഗമാവട്ടെ, അവർ പ്രതിഷേധം നടത്തുമ്പോൾ അതിനെ അക്രമ രാഷ്ട്രീയത്തിലൂടെയും അല്ലെങ്കിൽ കൊലപാതക ശ്രമമാണെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുന്നതിലൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുക? ഇത്തരം രീതിയിൽ തന്നെയാണ്. ഈ ഒരു ഇലക്ഷനാണ് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു അവകാശം. ആ സമയത്ത് ജനങ്ങൾ ചെയ്തു കൂട്ടിയതിനെല്ലാം പ്രതികാരം ചെയ്തിരിക്കും. ഇനി പറയാനുള്ളത് വരാൻ പോകുന്ന UDF മിനിസ്ട്രിയോടാണ്. നിങ്ങൾ LDF ചെയ്ത അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ചോദ്യം ചോദിക്കുന്നവൻ്റെ ഉത്തരം മുട്ടിക്കുന്ന രാഷ്ട്രീയമാവരുത് നിങ്ങളുടെ രാഷ്ട്രീയം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം കിട്ടുന്നവരെ. അതാണ് ജനാധിപത്യം.